ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് സ്കീംസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസാണ് ഗവൺമെൻറ് സ്കീംസ് ഇൻ ന്യൂസ്. ഈ ഒരു സീരീസിൻ്റെ 6ാമത്തെ സെഷനാണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് പ്രീവിയസ് 5 സെഷൻസിലായിട്ട് നമ്മൾ ഒട്ടനവധി ഗവൺമെൻറ് സ്കീംസ് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ഒരു സെഷനിലും കുറച്ച് പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്കീംസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ സ്കീംസിലേക്ക് പോകാം. സോ ഇൻ ദ ഫസ്റ്റ് സ്കീമാണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് ഓർ ELI സ്കീം. എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമാണ് ഇന്നത്തെ ഫസ്റ്റ് സ്കീം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 2025-നാണ്. ഓഗസ്റ്റ് 2025-ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ, അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. ഇന്ത്യയിലുള്ള എല്ലാ സെക്ടേഴ്സിലും എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക, എംപ്ലോയബിൾ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് എസ്പെഷ്യലി എന്ത് ചെയ്യുക, മാനുഫാക്ചറിങ് സെക്ടറിനെ ഫോക്കസ് ചെയ്യുക. ഇതാണ് ഈ ഒരു സ്കീമിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ സെക്ടേഴ്സിലും എന്ത് ചെയ്യുക, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഫോക്കസ് കൂടുതൽ മാനുഫാക്ചറിങ് സെക്ടറിൽ കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു സ്കീമിന്റെ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത് 2 വർഷത്തെ പീരീഡിൽ, അതായത് 1st ഓഗസ്റ്റ് 2025 മുതൽ 31st ജൂലൈ 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ഒരു 2-year പീരീഡിൽ, സോ 1st ഓഗസ്റ്റ് 2025 മുതൽ 31st ജൂലൈ 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ഒരു ടൈം പീരീഡ്, ഈ ഒരു 2-year ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യുക, മോർ ദാൻ 3.5 crore ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഈ ക്രിയേഷന് വേണ്ടിയിട്ട് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ എയിം എന്ന് പറയുന്നത്. 2025 മുതൽ 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു 2-year പീരീഡിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യുക, 3.5 crore ജോബ്സിൽ കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഇങ്ങനെ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ടൈം സ്പാൻ നോക്കിക്കഴിഞ്ഞാൽ 1st ഓഗസ്റ്റ് 2025 മുതൽ 31st ജൂലൈ 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു 2-year പീരീഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ജോബ്സിന് മാത്രമായിരിക്കും ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുക. ELI സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആകണമെന്നുണ്ടെങ്കിൽ 1st ജൂലൈ 2025 മുതൽ 1st ഓഗസ്റ്റ് 2025 മുതൽ 31st ജൂലൈ 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ഒരു 2-year ടൈം പീരീഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ജോബ്സിന് മാത്രമായിരിക്കും എന്നുള്ളത് ഈ ഒരു സ്കീമിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് ഈ ഒരു ELI സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏതൊരു ടൈപ്പ് ഓഫ് സ്കീമാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ സെൻട്രൽ സെക്ടർ സ്കീം. ഈ ഒരു സ്കീം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്, വിച്ച് മീൻസ് 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ഇംപ്ലിമെന്റേഷനും സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസോ ഡിപ്പാർട്ട്മെന്റ്സോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അണ്ടർടേക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ മാറ്റി വെച്ചിരിക്കുന്നത് അറൌണ്ട് 1 lakh crore rupees ആണ്. സോ അറൌണ്ട് 1 lakh crore rupees, 1,00,000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്കീം നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 2 പാർട്സ് ഉണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, ഇൻസെന്റീവ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിൽ എംപ്ലോയീസിനും ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്, എംപ്ലോയേഴ്സിനും ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ELI സ്കീമിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം എംപ്ലോയീസിന് ഇൻസെന്റീവ് കൊടുക്കുന്ന ഒരു പാർട്ടാണെന്ത് ഈ ഒരു ELI സ്കീമിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു പാർട്ട് ടാർഗറ്റ് ചെയ്യുന്നത് EPFO, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ടൈം എംപ്ലോയീസിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് EPFOയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ടൈം എംപ്ലോയീസിന് എന്തുണ്ട്, EPF വേജ്, അതായത് 1 month EPF വേജ് അപ് ടു ₹15,000, അതായത് 15,000 രൂപ വരെയുള്ള 1 month EPF വേജിന്റെ എന്തുണ്ട്, ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ 2 installment. സോ ഈ ഒരു സ്കീം പ്രകാരം ഈ ഒരു സ്കീമിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന
ഫസ്റ്റ് ടൈം എംപ്ലോയീസിന് എന്തുണ്ട് 1 month EPF വേജിന്റെ ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 1 month EPF വേജ് അപ് ടു ₹15,000 വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻസെന്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ 2 ഇൻസ്റ്റാൾമെന്റ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ ജോലിക്ക് കയറി 6 മാസത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഫസ്റ്റ് മന്ത് ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്നത്. ആൻഡ് സെക്കൻഡ് മന്ത് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ ജോലിക്ക് കയറി 12 മാസത്തെ സർവീസും അതുപോലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമും കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ EPFOയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ടൈം എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നുണ്ട് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻസെന്റീവ് ആയിട്ട് ₹15,000 വരെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് 2 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ ജോലിക്ക് കയറി 6 മാസത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് അതിനുശേഷം 12 മാസത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ₹1,00,000 പെർ മന്ത് സാലറീസ് വരെയുള്ള എംപ്ലോയീസിന് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ. അതായത് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ടൈം എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത് പെർ മന്ത് ₹1,00,000 താഴെ ആയിരിക്കണം. പെർ മന്ത് ₹1,00,000 താഴെ സാലറി ഉള്ള ഫസ്റ്റ് ടൈം എംപ്ലോയീസിന് മാത്രമേ എന്തുള്ളൂ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. ആൻഡ് ഈ കൊടുക്കുന്ന ഇൻസെന്റീവ് അതായത് ₹15,000 വരെ എന്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ടൈം എംപ്ലോയീസിന് ഇൻസെന്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ കൊടുക്കുന്ന ഇൻസെന്റീവിന്റെ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫിക്സ്ഡ് സേവിങ്സ് അക്കൗണ്ടിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ എംപ്ലോയീസിന്റെ സേവിങ് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഇൻസെന്റീവ്സിന്റെ ഒരു പോർഷൻ എന്ത് ചെയ്യും ഒരു ഫിക്സ്ഡ് സേവിങ്സ് ഡെപ്പോസിറ്റിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ആൻഡ് ഒരു ഫിക്സഡ് ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ സാധിക്കും അത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. സോ ₹15,000 വരെ ഇൻസെന്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസെന്റീവിന്റെ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഇൻസെന്റീവ്സിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യും ഒരു ഫിക്സ്ഡ് സേവിങ്സ് ഡെപ്പോസിറ്റിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ആൻഡ് ഇത് ഈ എംപ്ലോയീസിന്റെ സേവിങ് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും എംപ്ലോയീസിന് ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു പാർട്ട് വഴി ഏതാണ്ട് 1.92 crore ഫസ്റ്റ് ടൈം എംപ്ലോയീസിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീംസിന്റെ രണ്ടാമത്തെ പാർട്ട് ബി എന്ന് പറയുന്നത് എംപ്ലോയേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് ആയിരുന്നു. എന്നാൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എംപ്ലോയേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടാണെന്ത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ അഡീഷണൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നതിലാണ് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു പാർട്ടിനകത്ത് എല്ലാ സെക്ടേഴ്സിലും എന്ത് ചെയ്യുക അഡീഷണൽ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് എസ്പെഷ്യലി മാനുഫാക്ചറിങ് സെക്ടറിൽ അഡീഷണൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട് ഇത് കൂടുതൽ ഫോക്കസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സെക്കൻഡ് പാർട്ടിന്റെ അണ്ടർടേക്കിങ്ങിനകത്ത് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിന്റെ അണ്ടറിനകത്ത് വരുമ്പോൾ ₹1,00,000 താഴെ ₹1,00,000 താഴെ പെർ മന്ത് സാലറി ഉള്ള എംപ്ലോയേഴ്സിനെ അഡീഷണൽ ആയിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ എംപ്ലോയർ എംപ്ലോയ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു എംപ്ലോയർ പെർ മന്ത് ₹1,00,000 താഴെ സാലറി ഉള്ള അഡീഷണൽ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവർക്ക് ഓരോ എംപ്ലോയീസിനും പെർ മന്ത് ₹3,000 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓരോ സ്ഥാപനവും ₹1,00,000 പെർ മന്തിൽ താഴെ സാലറി ഉള്ള ഒരു അഡീഷണൽ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എംപ്ലോയറിന് അല്ലെങ്കിൽ ആ ഒരു ഫേമിന് എന്ത് കിട്ടും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പെർ മന്ത് ₹3,000 കിട്ടും ഫോർ എ പീരീഡ് ഓഫ് 2 years. സോ ഈ ഒരു ഫേം എംപ്ലോയ് ചെയ്യുന്ന ഓരോ അഡീഷണൽ എംപ്ലോയിക്കും ഗവൺമെന്റ് എന്ത് ചെയ്യും ഈ ഒരു ഫേമിന് പെർ മന്ത് ₹3,000 പ്രൊവൈഡ് ചെയ്യും ഫോർ എ പീരീഡ് ഓഫ് 2 years. ആൻഡ് ഇങ്ങനെ കൊടുക്കുന്ന എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് മിനിമം 6 months ഡ്യൂറേഷൻ ഉള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ആയിരിക്കണം. സോ പാർട്ട് ബിയുടെ അണ്ടറിൽ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ഫേം
അഡീഷണൽ ആയിട്ടുള്ള ഓരോ എംപ്ലോയിയും അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എംപ്ലോയർക്ക് 3000 rupees per month ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ എ പീരീഡ് ഓഫ് 2 years. ആൻഡ് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, സാലറി എന്ന് പറയുന്നത് ഇങ്ങനെ എംപ്ലോയ് ചെയ്യപ്പെടുന്ന എംപ്ലോയീസിന്റെ സാലറി എന്ന് പറയുന്നത് 1 lakh rupees per monthൽ താഴെ ആയിരിക്കണം. ആൻഡ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു സസ്റ്റെയിൻഡ് എംപ്ലോയ്മെന്റ് ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് 6 months. 6 മാസമെങ്കിലും ഡ്യൂറേഷൻ ഉള്ള എംപ്ലോയ്മെന്റ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മിനിമം ഇവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് മാനുഫാക്ചറിങ് സെക്ടറിന്റെ കേസിൽ, സോ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ മാനുഫാക്ചറിങ് സെക്ടറിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ പാർട്ട് ബി എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടറിന്റെ കേസിൽ 3rd ഇയറിലേക്കും 4th ഇയറിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ എംപ്ലോയറും പാർട്ട് ബിയുടെ അണ്ടറിൽ ഓരോ എംപ്ലോയറും അഡീഷണൽ ആയിട്ട് എംപ്ലോയ് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് 3000 rupees per month ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ എ പീരീഡ് ഓഫ് 2 years. ബട്ട് മാനുഫാക്ചറിങ് സെക്ടറിലാണ് ഒരു ഫേം അഡീഷണൽ ആയിട്ട് ഒരു എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് 4 വർഷം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസെന്റീവ് ലഭിക്കുന്നുണ്ട്. 2 വർഷമല്ല, മറിച്ച് 3rd ഇയറിലും 4th ഇയറിലും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്ത് വേണം, ഗവൺമെന്റ് മാനുഫാക്ചറിങ് സെക്ടറിനെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് ഫേംസ് ഇങ്ങനെ അഡീഷണൽ എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്യുന്ന ഫേംസ് EPFOയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. സോ ഫേംസിന്റെ കാര്യത്തിനകത്ത് ഒരു അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ അഡീഷണൽ ആയിട്ട് എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്യുന്ന ഫേംസ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് എന്തായിരിക്കണം, EPFOയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ആൻഡ് ഈ ഒരു ഫേമിൽ 50ൽ താഴെ എംപ്ലോയീസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, മിനിമം 2 അഡീഷണൽ എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. ഫേംസിന്റെ കേസിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവർ EPFOയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ എസ്റ്റാബ്ലിഷ്മെന്റ്സ് അല്ലെങ്കിൽ ഫേംസ് എന്ത് ചെയ്യണം, EPFOയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഫേംസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം 50ൽ താഴെ 50ൽ താഴെയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 അഡീഷണൽ എംപ്ലോയീസിനെ എങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു ഫേം അപ്പോയിന്റ് ചെയ്യണം. അല്ലെങ്കിൽ 2 അഡീഷണൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു ഫേം എംപ്ലോയ് ചെയ്യണം. ആൻഡ് ഈ ഒരു ഫേമിന്റെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം എന്ന് പറയുന്നത് 50ൽ കൂടുതൽ 50ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, മിനിമം 5 അഡീഷണൽ എംപ്ലോയീസിനെ എങ്കിലും എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. സോ 2 കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഫേംസ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ജോലി കൊടുക്കുന്ന ഫേംസ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് EPFOയിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് കൂടാതെ 50ൽ താഴെ എംപ്ലോയീസ് ഉള്ള ഫേം ആണെന്നുണ്ടെങ്കിൽ അവര് മിനിമം 2 അഡീഷണൽ എംപ്ലോയീസിനെങ്കിലും അപ്പോയിന്റ് ചെയ്യണം. 50ൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവർ മിനിമം 5 അഡീഷണൽ എംപ്ലോയീസിനെങ്കിലും എന്ത് ചെയ്തിരിക്കണം, അപ്പോയിന്റ് ചെയ്തിരിക്കണം. ആൻഡ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months 6 മാസത്തേക്കെങ്കിലും എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള അഡീഷണൽ എംപ്ലോയീസിന് എന്ത് ചെയ്യണം, അവർ അപ്പോയിന്റ് ചെയ്യണം. ഇനി ഫസ്റ്റ് ടൈം എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട് അപ് ടു എ സം ഓഫ് ₹15,000. അതായത് 15,000 രൂപ വരെയുള്ള ഇൻസെന്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ടൈം എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ 2 installment. ആൻഡ് ഈ ഇൻസെന്റീവ്സ് എല്ലാം തന്നെ എന്തായിരിക്കും, DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആധാർ ബ്രിഡ്ജ് പേയ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർക്ക് പേ ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഇൻസെന്റീവ്സ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ എംപ്ലോയേഴ്സിന് അല്ലെങ്കിൽ ഫേംസിന് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിന് കൊടുക്കുന്ന ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അവരുടെ പാൻ അക്കൗണ്ട് നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡയറക്ട്ലി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗവൺമെന്റ് എംപ്ലോയീസിനും ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്, എംപ്ലോയേഴ്സിനും ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. എംപ്ലോയീസിന് കൊടുക്കുന്ന ഇൻസെന്റീവ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. എംപ്ലോയേഴ്സിന് കൊടുക്കുന്ന ഇൻസെന്റീവ് എന്ന് പറയുന്നത് അവരുടെ പാൻ അക്കൗണ്ട് ലിങ്ക്ഡ് അക്കൗണ്ടിലേക്ക്, അവരുടെ പാൻ നമ്പർ ലിങ്ക്ഡ് അക്കൗണ്ടിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് ത്രൂ ഡയറക്റ്റ് മെത്തേഡ്സ്. നെക്സ്റ്റ് രണ്ടാമത്തെ സ്കീമാണ് ഉല്ലാസ്. ഉല്ലാസ് സ്റ്റാൻഡ്സ് ഫോർ
അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ ദ സൊസൈറ്റി. ഈ ഒരു ഉല്ലാസ് സ്കീമിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ ദ സൊസൈറ്റി. അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ ദ സൊസൈറ്റി, അതിന്റെ ഷോർട്ട് ഫോം ആണെന്ത്, ഉല്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഉല്ലാസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഓർ NILP. ഉല്ലാസ് അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ ദ സൊസൈറ്റി, അതിന് മറ്റൊരു പേര് കൂടി ഉണ്ടെന്നാണ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഓർ NILP, ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം. ലോഞ്ച് ഇയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022. ഈ ഒരു ഉല്ലാസ് സ്കീം എന്ന് പറയുന്നത് 2022-ലാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 വർഷത്തേക്കായിരിക്കും. 2022 മുതൽ 2027 വരെയുള്ള 5 വർഷത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ എയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ അഡൽട്സിനും അവരുടെ ബാക്ക്ഗ്രൗണ്ട് മൂലം അവർക്ക് ഫോമൽ സ്കൂളിംഗ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, സ്കൂളിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ഈ ഒരു സ്കീമിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ 15 വയസ്സിന് മുകളിലോട്ടുള്ള അഡൽട്സിന് അവരുടെ ബാക്ക്ഗ്രൗണ്ട് മൂലം ഫോമൽ സ്കൂളിംഗ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, എംപവർ ചെയ്യുക, അവർക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് അതുവഴി എന്ത് ചെയ്യുക, നേഷന്റെ ഗ്രോത്തിലേക്ക്, രാജ്യത്തിന്റെ ഗ്രോത്തിലേക്ക് എന്ത് ചെയ്യുക, അവരെ ഇന്റഗ്രേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഉല്ലാസ് സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണെന്ത്, ഉല്ലാസ് സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഉല്ലാസ് സ്കീം എന്ന് പറയുന്നത് ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഫണ്ടിങ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ്സും ഷെയർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ആരായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആയിരിക്കും ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അങ്ങനെ ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണെന്ത്, ഈ ഒരു ഉല്ലാസ് സ്കീം എന്ന് പറയുന്നത്. ഇനി ഉല്ലാസ് സ്കീമിന്റെ കീ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് ലേണിംഗിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കീം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് ത്രൂ ഔട്ട് ദ ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ലേണിംഗ് എംഫസൈസ് ചെയ്യുന്ന ഒരു സ്കീമാണെന്ത്, ഉല്ലാസ് സ്കീം എന്ന് പറയുന്നത്. അതായത് പഠിക്കുന്നതിന് എന്തില്ല, പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരാൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉല്ലാസ് സ്കീം എംഫസൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ആൻഡ് ഫൈനാൻഷ്യൽ ലിറ്ററസി, ആളുകൾക്ക് എന്ത് ചെയ്യുക, ഡിജിറ്റൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുക. സോ ഡിജിറ്റൽ ആയിട്ടുള്ള ഈ ഒരു കാലത്തിൽ ആൾക്കാർക്ക് എന്ത് വേണം, ഒരു മിനിമം ഡിജിറ്റൽ ലിറ്ററസി ആവശ്യമാണ് ടു ഇന്റഗ്രേറ്റ് ഇൻ ടു ദി മെയിൻ സ്ട്രീം സൊസൈറ്റി. ആ ഡിജിറ്റൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക, ഒരു ഫൈനാൻഷ്യൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു സ്കീമിന്റെ എന്താണ്, എയിമുകളിൽ ഒരു എയിമാണ്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസ്, ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതായത് ലീഗൽ ലിറ്ററസിയും ഡിജിറ്റൽ ലിറ്ററസിയും, നിയമങ്ങളെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിജിറ്റൽ വേൾഡിനെ കുറിച്ചും ഡിജിറ്റൽ ടൂൾസിനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്കിൽസ് എന്ത് ചെയ്യുക, ജനങ്ങൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു സ്കീമിന്റെ എയിമാണ്. നെക്സ്റ്റ്, ഇൻസെന്റീവ്സ് ഫോർ സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സ്. സോ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സിന്, അതായത് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു സ്കീമിൽ വോളണ്ടിയർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വോളണ്ടിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കീം പ്രകാരം സ്കൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ്സും ലെറ്റേഴ്സും ഫെലിസിറ്റേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റുഡൻസിനും വോളണ്ടിയേഴ്സിനും അതുപോലെ തന്നെ ലേണേഴ്സിനും എന്ത് ചെയ്യാൻ സാധിക്കും, ഉല്ലാസ് ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. സോ സെൽഫ് രജിസ്ട്രേഷൻ, ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽഫ് രജിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഉല്ലാസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആപ്പ് ഉണ്ട്. ഉല്ലാസ് ആപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, സ്റ്റുഡൻസിനും ലേണേഴ്സിനും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിനും എന്ത് ചെയ്യാൻ സാധിക്കും, രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വഴി ആൻഡ് ഇങ്ങനെ ഈ ഉല്ലാസ് ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുന്നത് മൂലം ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ലേണിംഗ് റിസോഴ്സസ്, ഡൈവേഴ്സ് ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടും ത്രൂ ദ ദീക്ഷ പോർട്ടൽ ഓഫ് NCERT.
ഉല്ലാസ് ആപ്പ് വഴി ഒരു ലേണർ ഈ ഒരു ആപ്പിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ത്രൂ ദ ദീക്ഷ ആപ്പ്. NCERTയുടെ തന്നെ ദീക്ഷ പോർട്ടൽ വഴി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് ഈ ഒരു ആപ്പ് ഉല്ലാസ് ആപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഭാഷിണി ഇനിഷ്യേറ്റീവ്. സോ ഭാഷിണി ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഇനിഷ്യേറ്റീവ്, ഭാഷിണി ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഭാഷിണി ഇനിഷ്യേറ്റീവ് ഓർ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഇനിഷ്യേറ്റീവ്, ഇങ്ങനെയും ഈ ഒരു സ്കീമിനെ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഭാഷിണി ഇനിഷ്യേറ്റീവ് ഓർ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 2022, ജൂലൈ 2022ലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഷിണി ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഇത് ലോഞ്ച് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു AI ഡ്രിവൺ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൺ ആയിട്ടുള്ള ടൂളാണ്. ആൻഡ് ഈ ഒരു ടൂൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, 22 ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക്, നമ്മുടെ 22 ഷെഡ്യൂൾഡ് ഇന്ത്യൻ ലാംഗ്വേജസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഭാഷിണി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു AI ഡ്രിവൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൺ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ടൂളാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്, ഈ ഒരു ഭാഷിണി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഈ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യുന്നത് നാഷണൽ ലാംഗ്വേജ് ടെക്നോളജി മിഷന്റെ അണ്ടറിലാണ്. നാഷണൽ ലാംഗ്വേജ് ടെക്നോളജി മിഷന്റെ അണ്ടറിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണെന്ത്, ഈ ഒരു ഭാഷിണി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് അവരുടെ സ്വന്തം ലാംഗ്വേജിൽ, ലോക്കൽ ലാംഗ്വേജിൽ, ഇന്ത്യയുടെ 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസിൽ എന്ത് ചെയ്യുക, ട്രാൻസ്ലേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിലുള്ള, ഡിഫറെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലുള്ള പല സർവീസസ് എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് അവരുടെ ഓൺ ലാംഗ്വേജിലേക്ക്, ഇന്ത്യയിലുള്ള 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൺ ടൂൾ ആണെന്ത്, ഈ ഒരു ഭാഷിണി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്, ഈ ഒരു ഭാഷിണി ഇനിഷ്യേറ്റീവിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇൻക്ലൂഷൻ. അതായത് ഇങ്ങനെ ഡിജിറ്റൽ സർവീസസ് എല്ലാം തന്നെ ജനങ്ങൾക്ക് അവരുടെ ഓൺ ലാംഗ്വേജസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഡിജിറ്റൽ സെക്ടറിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സിൽ എന്ത് ചെയ്യാൻ സാധിക്കും, കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡിജിറ്റൽ ഇൻക്ലൂഷൻ, ഈ ഒരു സ്കീമിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു AI ഡ്രിവൺ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എല്ലാ ഡിജിറ്റൽ സർവീസസും ജനങ്ങൾക്ക് അവരുടെ ഓൺ ലാംഗ്വേജസിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കൂടുതൽ ജനങ്ങളിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഡിജിറ്റൽ സെക്ടറിലേക്ക് കൊണ്ടുവരാനും കണക്ട് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ ഗവൺമെന്റ്. സോ ഡിജിറ്റൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ്, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് പല സർവീസസ് ഡെവലപ്പ് ചെയ്യും. സോ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളും ചേർന്നുകൊണ്ട് ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് സർവീസസ് ഡെവലപ്പ് ചെയ്യുകയും ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യും. ആൻഡ് അതുവഴി ഡിജിറ്റൽ ഗവൺമെന്റ് എന്നുള്ള ഒരു വലിയ എയിമിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിന് ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എംപവർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു ഭാഷിണി ഇനിഷ്യേറ്റീവിന് സാധിക്കും. സോ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസസും, എല്ലാ ഡിജിറ്റൽ സർവീസസും ഓൺ ലാംഗ്വേജസിലേക്ക്, ലോക്കൽ ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഡിജിറ്റൽ ഗവൺമെന്റ് എന്നുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ ഗവേണൻസ് എന്നുള്ള ഒരു എയിം, ഒരു ബിഗർ എയിം എന്ത് ചെയ്യാൻ സാധിക്കും, അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. And increase the content. And next one is increase the content in Indian languages. സോ ഏറ്റവും പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള മാറ്റേഴ്സ്, അതായത് ഗവേണൻസ് ആൻഡ് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്, അതായത് പബ്ലിക്കിന് ഏറ്റവും ആവശ്യമുള്ള കണ്ടന്റ്സ് ഇന്ത്യൻ ലാംഗ്വേജസിൽ എന്ത് ചെയ്യുക, ഇന്റർനെറ്റിൽ കൂടുതൽ അവൈലബിൾ ആക്കാം. ഗവേണൻസും
പോളിസീസും സംബന്ധിച്ച് ഇന്ത്യൻ ലാംഗ്വേജിൽ എന്ത് ചെയ്യുക, മെറ്റീരിയൽസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി സംബന്ധിച്ചുള്ള മാറ്റേഴ്സ് എന്ത് ചെയ്യുക, ലോക്കൽ ലാംഗ്വേജസിൽ ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കുക. അതുവഴി ഇന്റർനെറ്റ് യൂസ് ചെയ്ത് ഇന്ത്യൻ സിറ്റിസൺസിന് അല്ലെങ്കിൽ നോർമൽ സിറ്റിസൺസിന് എന്ത് ചെയ്യാൻ സാധിക്കണം, ഈ കാര്യങ്ങളെല്ലാം തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതാണ് ഈ ഒരു ഭാഷണി ഇനിഷ്യേറ്റീവിന്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ലാംഗ്വേജിൽ എന്ത് ചെയ്യുക, കൂടുതൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കണ്ടന്റ്സ്, എസ്പെഷ്യലി പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കണ്ടന്റ്സ്, ഗവേണൻസും അതുപോലെ തന്നെ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ്, ഇങ്ങനെ പബ്ലിക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് എന്ത് ചെയ്യുക, ഇന്ത്യൻ ലാംഗ്വേജസിൽ ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കുക. അതുവഴി ഇന്ത്യൻ സിറ്റിസൺസിന് എന്ത് ചെയ്യാൻ സാധിക്കണം, ഓൺ ലാംഗ്വേജസിൽ അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജസിൽ ഈ മെറ്റീരിയൽസ് എല്ലാം ഇന്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ കൂടുതൽ പേര് എന്ത് ചെയ്യണം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നുള്ളത് എന്താണ് ഈ ഒരു ഭാഷണി ഇനിഷ്യേറ്റീവിന്റെ മറ്റൊരു എയിമാണ്. ഇന്നത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് about the employment linked incentive scheme. First statement: the scheme benefits first time employees by giving them 1 month's EPF wage up to rupees 15,000 in 2 installments. Second statement: the employees eligible under Part A must have a salary of more than 1 lakh per month. Third statement: Part B of the scheme gives employers incentives for additional employees with an extended benefit period in the manufacturing sector. Which of the above statements are correct? Option A 1 and 2 only, option B 1 and 3 only, option C 2 and 3 only, option D all 3. ELI സ്കീമിനെ ബേസ് ചെയ്തിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. മറ്റൊരു സെഷനിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീംസുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്